പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സഹോദരിമാരെ, അസ്സലാമു അലൈക്കും. അല്ലാഹു പരിശുദ്ധ ഖുർആനിൽ പറയുന്നത് കേൾക്കുക. ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ് ഇന്നല്ലാഹ യഗ്ഫിറുദ്ദുനൂബ ജമീഅ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. ഖുൽ പറയുക, യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം, സ്വന്തത്തോട് അക്രമം കാണിച്ച എന്റെ അടിമകളെ, ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാ, അല്ലാഹുവിന്റെ കാരുണ്യത്തെപ്പറ്റി നിങ്ങൾ ഒരിക്കലും നിരാശരായി പോകരുത്. ഇന്നല്ലാഹ യഗ്ഫിറുദ്ദുനൂബ ജമീഅ, തീർച്ചയായിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ പാപങ്ങളും പൊറുക്കുന്നവനാണ്. ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം, അല്ലാഹു ഏറ്റവും നന്നായിട്ട് പൊറുക്കുന്നവനും കാരുണ്യവാനുമാണ്. അല്ലാഹു വിളിക്കുന്നത് പാപസുരക്ഷിതരും പാപമുക്തരുമായ എന്റെ അടിമകളെ എന്നല്ല, പാപങ്ങൾ കാരണം ആ പാപങ്ങളിൽ ആമഗ്നരായി അതിൽ മുങ്ങിക്കുളിച്ചു കഴിയുന്ന എന്റെ അടിമകളെ, പാപങ്ങൾ കാരണമായി സ്വന്തം ആത്മാവിനോട് ക്രൂരത കാണിച്ച, അതിക്രമം കാണിച്ച തന്റെ അടിമകളെ എന്നാണ്. അവരോടാണ് പറയുന്നത് അല്ലാഹു ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാ, അല്ലാഹുവിന്റെ കാരുണ്യത്തെക്കുറിച്ച് നിങ്ങൾ ഒരിക്കലും നിരാശരാകരുത്. നിങ്ങൾ നിരാശരാകരുത്, ഭഗ്നാശരാവരുത്. നിങ്ങൾ അല്ലാഹുവിൽ പ്രതീക്ഷയർപ്പിക്കണം. തീർച്ചയായും അല്ലാഹു എല്ലാ പാപങ്ങളും പൊറുത്തു തരുന്നവനാണ്, അവൻ കാരുണ്യവാനാണ്. പ്രിയമുള്ളവരെ, ജീവിതത്തിൽ ഒരുപാട് തെറ്റുകളും കുറ്റങ്ങളും പാപങ്ങളും ചെയ്തവരാണ് നമ്മൾ. ആ അല്ലാഹുവിനോട് ചെയ്ത തെറ്റുകൾ, കുറ്റങ്ങൾ, പാപങ്ങൾ എന്തു ചെയ്യണം നമ്മൾ? ഏതായാലും കുറ്റങ്ങൾ സംഭവിച്ചു പോയി, തെറ്റുകൾ സംഭവിച്ചു പോയി, ഇനി തെറ്റുകളുമായിട്ട് അങ്ങനെ ജീവിക്കാം എന്നാണോ തീരുമാനിക്കേണ്ടത്? അല്ല. യാ ഇബാദി, അല്ലാഹു വിളിക്കുന്നത് എന്റെ അടിമേ, എന്റെ അടിമേ, അല്ലാഹുവിന്റെ കാരുണ്യത്തെ സംബന്ധിച്ച് നീ ഒരിക്കലും നിരാശനാവരുത്. അവനിലേക്ക് ഖേദിച്ചു മടങ്ങൂ. സ്വാഭാവികമായിട്ടും മനുഷ്യൻ തെറ്റുകൾ ചെയ്തു കഴിഞ്ഞാൽ അവന് കുറ്റബോധമുണ്ടാവണം. കുറ്റബോധമുണ്ടാവണം. ആ കുറ്റബോധത്തിൽ നിന്ന് പശ്ചാത്താപം ഉയർന്നു വരണം. ഞാനൊരു തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ എന്റെ അടുക്കൽ തെറ്റ് സംഭവിച്ചു പോയി, ആ തെറ്റ് എനിക്ക് തിരുത്തണം, ഇനി ആവർത്തിക്കരുത് എന്ന ഒരു ബോധമാണ് ഒരു മനുഷ്യനിൽ ഉണ്ടാവേണ്ടത്. അങ്ങനെ നമ്മുടെ മനസ്സിൽ തോന്നലുണ്ടോ എങ്കിൽ നമ്മൾ ഭാഗ്യവാന്മാരാണ്. തെറ്റുകളിൽ വ്യാപൃതരായി അതിൽ മുഴുകി കഴിയുക എന്നുള്ളത്, തെറ്റു ചെയ്തു കഴിഞ്ഞാൽ അതിനെ സ്വയം ന്യായീകരിക്കുക എന്നുള്ളതും ഒരു നല്ല മനസ്സുള്ള മനുഷ്യന്റെ ലക്ഷണമല്ല. പശ്ചാത്താപം വരണം. തീർച്ചയായിട്ടും അങ്ങനെ പശ്ചാത്താപിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗബ സ്വീകരിക്കുക തന്നെ ചെയ്യും. ഇനി ആ തെറ്റ് മറ്റു വല്ല വ്യക്തികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള തെറ്റാണെങ്കിൽ അവരെ കൊണ്ട് പൊരുത്തപ്പെടിക്കണം. ആ തെറ്റിലേക്ക് തിരിച്ചു പോവുകയില്ല എന്ന് ദൃഢനിശ്ചയം ചെയ്യണം. എന്നിട്ട് ഖേദത്തോടുകൂടി അള്ളാഹുവിലേക്ക് മടങ്ങണം. തീർച്ചയായിട്ടും അവർ സ്വീകരിക്കും. അള്ളാഹുവിന്റെ പ്രവാചകൻ നമ്മെ പഠിപ്പിച്ചില്ലേ ഒരു വ്യക്തിയുടെ കഥ? അതിലെന്താ പറയുന്നത്? ഒരാള് 99 ആളുകളെ വധിച്ചതിന് ശേഷം അദ്ദേഹം ഒരു പുരോഹിതനെ സമീപിച്ചുകൊണ്ട് തന്റെ പാപമോചനത്തിനുള്ള വഴി എന്താണ് എന്ന് ചോദിച്ചപ്പോൾ ആ പുരോഹിതൻ പറഞ്ഞു, നിനക്ക് പാപമോചനമില്ല, 99 ആളുകളെ നീ കൊന്നില്ലേ. ഉടനെ അതിൽ കുപിതനായ മറുപടിയിൽ കുപിതനായ അദ്ദേഹത്തെയും വധിച്ചു. പിന്നീട് അദ്ദേഹം വീണ്ടും മനസ്താപത്തോടുകൂടി പശ്ചാത്താപ വിവശനായിക്കൊണ്ട് മറ്റൊരു ജ്ഞാനിയെ സമീപിക്കുകയാണ്. ആ ജ്ഞാനി അദ്ദേഹത്തോട് പറഞ്ഞു, നിനക്ക് പശ്ചാത്താപമുണ്ട്, നിനക്ക് പുറത്തു തരും, പക്ഷേ നീ എന്തു ചെയ്യണം? നീ ഈ നാട്ടിൽ നിന്ന് പോവണം. അങ്ങനെ അദ്ദേഹം ആ നിർദ്ദേശം സ്വീകരിച്ചു. പശ്ചാത്താപ വിവശനായി പോകുന്ന വഴിയിൽ അദ്ദേഹത്തിന്റെ മരണം സംഭവിക്കുകയും അദ്ദേഹത്തിന് പാപമോചനം ലഭിച്ചതുമായിട്ടുള്ള സംഭവം പരിശുദ്ധ പ്രവാചകൻ പഠിപ്പിച്ചു. അതുപോലെ ഒരു സ്ത്രീ, ആ സ്ത്രീ ദാഹിച്ചു വലയുന്ന ഒരു നായക്ക് വെള്ളം കൊടുത്തപ്പോൾ അത് കാരണമായിട്ട് അവരുടെ ജീവിതം നന്നാവുകയും അവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയും കഥ അള്ളാഹുവിന്റെ പ്രവാചകൻ നമ്മെ പഠിപ്പിച്ചു തന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ചെറുതും വലുതുമായ പാപങ്ങൾ നമ്മുടെ അടുക്കൽ സംഭവിച്ചിട്ടുണ്ടായേക്കാം. അറിഞ്ഞും അറിയാതെയും നമ്മൾ തെറ്റുകൾ ചെയ്തിട്ടുണ്ടായേക്കാം. അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ചു മടങ്ങുക, അവന്റെ കാരുണ്യം തേടുക. തീർച്ചയായും
നമ്മുടെ പശ്ചാത്താപം അള്ളാഹു സ്വീകരിക്കുകയും അള്ളാഹു നമ്മുടെ പാപങ്ങൾ പുറത്തു തരികയും ചെയ്യും. അള്ളാഹു നമ്മെ സന്മാർഗികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ എല്ലാ പാപങ്ങളും ദോഷങ്ങളും അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. അള്ളാഹു നമ്മെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.